ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ 100 ദിവസങ്ങൾ പിന്നിട്ട് ഫിനാലയിലെത്തി നിൽക്കുകയാണ്. ആരാകും വിജയി എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സീസൺ 7 ഏകദേശം 26ഓളം ആളുകളാണ് മത്സരിച്ചത്. അതിൽ ഇപ്പോൾ 5 ആളുകളാണ് ബാക്കിയായിട്ടുള്ളത്. ടോപ്പ് 5-ലെ 5 ആളുകൾ ഷാനവാസ്, അതുപോലെ തന്നെ അക്ബർ, നെവിൻ, അനീഷ്, അനുമോൾ, ഇങ്ങനെ 5 ആളുകളാണ് ഉള്ളത്. ഇവരിൽ ആരായിരിക്കും കപ്പടിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ. ഒരുപക്ഷെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിന് തന്നെ മാറ്റം കുറിക്കുന്ന ഒരു സീസണായി മാറിയേക്കാം ഈ മലയാളം സീസൺ 7 എന്ന് പറയുന്നത്. കാരണം ഒരു കോമണറായിട്ട് വന്നിട്ടുള്ള ഒരാൾ ഒരുപക്ഷെ വിജയിക്കുകയാണെങ്കിൽ അത് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. നമുക്കറിയാം അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷോയിൽ വരുമ്പം തൊട്ടേ ജെനുവിനായിട്ട് കളിച്ചുകൊണ്ട് പോരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അനുമോളാണെങ്കിലും ഇപ്പോഴുള്ള 5 പേരും ഒന്നിനൊന്നിന് മെച്ചം ആളുകൾ തന്നെയാണ്. ഇത് ഒരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലുള്ള ആളുകളെ പെട്ടെന്നൊന്നും അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല. കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ ഓരോ ആളുകളെ നമ്മൾ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കി അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ അനീഷാണേലും ഇപ്പോൾ ഉള്ള 5 പേര്, അനുമോൾ, ഇങ്ങനെയുള്ള എല്ലാവർക്കും നമുക്ക് കൂടുതൽ ദിവസങ്ങൾ ഇവരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇവരോട് അടുപ്പവും തോന്നാറുണ്ട്. ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും 2 പേരെ ലാലേട്ടൻ വിളിച്ചുകൊണ്ട് പോവുകയാണ്. മറ്റാരുമല്ല, അനുമോളും അതുപോലെ തന്നെ നമ്മുടെ അനീഷുമാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് 2 വശങ്ങളിലായിട്ട് ഫിനാലയിൽ നിൽക്കുന്നത്. ഇതിലാരുടെ കൈയായിരിക്കും ലാലേട്ടൻ പൊക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. നമുക്കറിയാം, ഈ ടോപ്പ് 5-ൽ വന്നിരിക്കുന്ന ആര് വിജയിച്ചാലും നമ്മൾ അവരൊക്കെ അത്രയ്ക്ക് പരിശ്രമിച്ചിട്ടാണ് ഈ ഇവിടം വരെ എത്താനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരിൽ ആര് വിജയിച്ചാലും ഒരുപോലെയാണ്. എന്നിരുന്നാൽ തന്നെ നമുക്കറിയാം, ഒരു കോമണറായിട്ട് വന്ന അനീഷ് വിജയിക്കുകയാണെങ്കിൽ അതൊരു ചരിത്ര വിജയം തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് ഏകദേശം ഉടനെ തന്നെ ഇതിൻ്റെ റിസൾട്ടൊക്കെ അറിയാൻ സാധിക്കും. എന്തായാലും ബാക്കി 3 പേര് കൂടി അവിടുന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അനീഷും അനുമോളും മാത്രമാണ് ലാലേട്ടനോടൊപ്പം വേദിയിൽ നിൽക്കാൻ പോകുന്നത്. പിന്നെ അവർ ആരുടെ കൈയാണ് ലാലേട്ടൻ ഉയർത്തുക, അതാണ് ആകാംക്ഷയോടെ നാം ഉറ്റുനോക്കുന്ന സംഗതി. അത് ആര് തന്നെ ആയിരുന്നാലും നമ്മൾക്ക് ഒരുപോലെയാണ്. എങ്കിലും നമ്മൾ അതറിയുവാൻ വേണ്ടിയാണ് ഇനിയുള്ള നിമിഷങ്ങൾ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പ്രോഗ്രാം കാണുന്നത്. മറ്റുള്ള സീസണെ വെച്ച് ഈ സീസൺ ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു സീസൺ തന്നെയാണ്. വേഗമോളം ഇരുന്ന് നമുക്കിനി 6ഓളം ഇരിക്കാമെന്ന് പറഞ്ഞ പോലെ ഏതായാലും നിമിഷങ്ങളുടെ കാത്തിരിപ്പിന് ആണ് ഇനിയുള്ളത്. വെറും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ.